ഇപ്പോൾ ജമ്മു കാശ്മീരിലെ കത്വയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നുവെന്ന വിവരം വരുന്നുണ്ട്. ജമ്മുകാശ്മീരിലെ വിവിധ മേഖലകളിൽ ഇന്ന് രാവിലെ അതിർത്തി മേഖലകളിൽ ബാലഗോപാൽ സഞ്ചരിച്ചിരുന്നു. അവിടുത്തെ അവസ്ഥ വിവരിച്ചിരുന്നു. അതിർത്തി മേഖലകളിൽ ലൈൻ ഓഫ് കൺട്രോളിന് ഇപ്പുറേ പാകിസ്ഥാൻ കനത്ത ഷെല്ലിംഗ് നടത്തുന്നതുകൊണ്ട് ഇന്ത്യൻ ഗ്രാമീണരുടെ ജീവിതം ദുരിതത്തിലാണ്. പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിന് പിന്നാലെ കത്വയിൽ നിന്ന് ജമ്മുകാശ്മീരിലെ കത്വയിൽ നിന്ന് ജനങ്ങളെ മാറ്റുകയാണ് എന്ന വിവരം ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ഒപ്പം നമുക്ക് ബാലഗോപാലിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളും ആവശ്യമുണ്ട്. വിവിധ അതിർത്തി ഗ്രാമങ്ങളിൽ എന്താണ് പാകിസ്ഥാൻ ഇന്ത്യൻ സിവിലിയന്മാരോട് ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച വിവരം ബാലു അവിടെ നിന്ന് കൃത്യമായി നൽകുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ കത്വയിൽ നിന്ന് വരുന്ന വിവരങ്ങളുടെ വിശദാംശങ്ങൾ ആവശ്യമുണ്ട്. പി ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, കത്വയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള സാഹചര്യം എന്താണ്? പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണോ? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? രതീഷ്, ഇന്നലെ രാത്രി പാകിസ്ഥാൻ്റെ വ്യോമാക്രമണം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കത്വയിൽ നിന്നുള്ള ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് നടക്കുന്നത്. കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് തന്നെ ജനങ്ങളെ ഒഴിപ്പിച്ചു തുടങ്ങി എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രി കൂടിയായ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് സേനകളുടെയും പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ ഒരു സഹായത്തോടെയാണ് അന്താരാഷ്ട്ര അതിർത്തിയിലുള്ള ജമ്മു കാശ്മീരിലെ കട്വയിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ മന്ത്രി ജിതേന്ദ്ര സിംഗ് തന്നെ കുറിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് കട്വയിൽ നിന്നുള്ള ജനങ്ങളെ മാറ്റുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ കത്വയിൽ നിന്നാണ് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് അവിടുത്തെ പ്രദേശവാസികളെ മാറ്റുന്നത്. പൂഞ്ചിലും രജൌരിയിലും സാംബ സെക്ടറിലുമെല്ലാം പാക് പ്രകോപനം ഇന്നലെ രാത്രിയും തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ഷെല്ലാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സേനകൾ തിരിച്ചടിക്കുന്നു. അതേസമയം തന്നെ ജനങ്ങളെ സുരക്ഷിതരായ ഇടങ്ങളിലേക്ക് മാറ്റുകയാണ്.